എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളാണ് ജനനവും മരണവും, അല്ലേ? ഇത് രണ്ടും പ്രപഞ്ച നിയമമാണ്. നമുക്കൊരിക്കലും ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് മുഖം തിരിക്കാനാവില്ല. ജനനം നമ്മിൽ ഉളവാക്കുന്നത് സന്തോഷമാണെങ്കിൽ മരണം അവശേഷിപ്പിക്കുന്നത് മറക്കാനാവാത്ത ഒരു പിടി ഓർമ്മകളാണ്. നമുക്ക് ചുറ്റിലുമുള്ള പലരും പിന്നീട് ആ മരിച്ച വ്യക്തികളുടെ ഓർമ്മകളിൽ വേദനയോടെ നീറി നീറി ശിഷ്ടജീവിതം തള്ളി നീക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനൊരു കഥ പറയാം. ഒരിടത്ത് ഒരു അച്ഛനും അമ്മയും ജീവിച്ചിരുന്നു. ഏറെക്കാലത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ ആ അമ്മയ്ക്കും അച്ഛനും മിടുക്കനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അവർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ ആ അച്ഛനും അമ്മയും മത്സരിച്ചു കൊണ്ടേയിരുന്നു. അവരുടെ ലോകം തന്നെ അവനിലേക്ക് ഒതുങ്ങി. അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും അവർ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. ആ മകനും അച്ഛനമ്മമാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാ ക്ലാസ്സിലും പഠിച്ച് മിടുക്കനായി വളർന്നു. അങ്ങനെ സന്തോഷം നിറഞ്ഞ നാളുകളിൽ ഒന്നാണ് ആ അച്ഛനമ്മമാർ ഹൃദയഭേദകമായ ആ വാർത്ത കേൾക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു. ആ അച്ഛനും അമ്മയ്ക്കും ലോകം തന്നെ നിശ്ചലമായതുപോലെ തോന്നി. മകൻ അവശേഷിപ്പിച്ച ഓർമ്മകളുമായി വേദനയോടെ പിന്നീട് അവർ ജീവിക്കാൻ തുടങ്ങി. അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ തലോടിയും അവൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിൽ ചുംബിച്ചും മകൻ്റെ ഓർമ്മകളിൽ അവർ കണ്ണീർ വാർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ അവർ അവരുടെ ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതായി. ഭക്ഷണമൊക്കെ വല്ലപ്പോഴും കഴിച്ചാലായി എന്ന അവസ്ഥയായി. ക്രമേണ അവർ രോഗികളാവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അച്ഛൻ തൻ്റെ മകനെയും ഓർത്ത് മകൻ്റെ ഓർമ്മകളിൽ വേദനയോടെ മുഴുകിയിരിക്കവേ മെല്ലെ മെല്ലെ മയക്കത്തിലേക്ക് വഴുതി വീണു. ആ മയക്കത്തിൽ അച്ഛൻ വളരെ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. അച്ഛൻ സ്വർഗത്തിലെ കാഴ്ചയാണ് സ്വപ്നത്തിൽ കണ്ടത്. അതിമനോഹരമായ സ്വർഗ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന തൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ. മകനെ കണ്ടതും അച്ഛൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. എല്ലാവരുടെയും കയ്യിൽ കത്തുന്ന ഒരു മെഴുകുതിരിയുമുണ്ട്. കത്തുന്ന മെഴുകുതിരിയുമായിട്ട് വേണം സ്വർഗ കവാടത്തിൽ പ്രവേശിക്കാൻ. അങ്ങനെ ഓരോരുത്തരായി സ്വർഗ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ മകന് മാത്രം സ്വർഗ കവാടത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. എന്തെന്നാൽ ഓരോ തവണ മെഴുകുതിരി കത്തിക്കുമ്പോഴും അത് അണഞ്ഞു പോകുന്നു. മകൻ സങ്കടത്തോടെ പിന്നെയും 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 അത് കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവനൊരിക്കലും ആ മെഴുകുതിരി കത്തിക്കാൻ കഴിഞ്ഞതേയില്ല. മകൻ്റെ സങ്കടം നിറഞ്ഞ, നിസ്സഹായത നിറഞ്ഞ മുഖം കണ്ട് ആ അച്ഛൻ്റെ ഹൃദയം പിടഞ്ഞു. അച്ഛൻ ദൈവത്തിനോട് ചോദിച്ചു, എന്താണ് തൻ്റെ മകൻ്റെ മെഴുകുതിരി മാത്രം കത്താത്തത്? അപ്പോൾ ദൈവം പറഞ്ഞ മറുപടി ഇതായിരുന്നു: അവൻ്റെ അച്ഛനും അമ്മയും അവനെ ഓർത്ത് ഭൂമിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സങ്കടം നിറഞ്ഞ ആ കണ്ണുനീരാണ് ഓരോ തവണയും ആ കത്തുന്ന മെഴുകുതിരിയെ കെടുത്തി അവന് സ്വർഗം നിഷേധിക്കുന്നത്. ഇത് കേട്ട അച്ഛന് വളരെയധികം വേദന തോന്നി. പൊടുന്നനെ അയാൾ ഉറക്കമുണർന്നു. തൻ്റെ ഭാര്യയോട് ഉണ്ടായതെല്ലാം പറഞ്ഞു. പിന്നീട് അവർ രണ്ടുപേരും ഇനിയൊരിക്കലും തൻ്റെ മകനെ ഓർത്ത് കരയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. അന്ന് മുതൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകി വളരെ സന്തോഷത്തോടെ ജീവിച്ചു. സുഹൃത്തുക്കളെ, ഈ കഥ വെറും ഒരു കഥയല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. മരണപ്പെട്ടവർ നമ്മുടെ സന്തോഷവും നന്മയും മാത്രം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? അവർക്ക് നിങ്ങൾ അവരുടെ ഓർമ്മകളിൽ നീറി നീറി വേദനയോടെ ജീവിക്കുന്നത് സന്തോഷമുണ്ടാക്കുമോ? അങ്ങനെയാണോ? ഒരിക്കലും അല്ല. മരണം അതൊരു സത്യമാണ്. ആ സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ആസ് ഷേക്സ്പിയർ സെഡ്, all the world is a stage and all the men and women merely players. അതെ, നമ്മൾ ഓരോരുത്തരും ലോകമാകുന്ന ഈ സ്റ്റേജിൽ നമ്മുടേതായിട്ടുള്ള വേഷങ്ങൾ കെട്ടിയാടി ഇന്നല്ലെങ്കിൽ നാളെ കാലയവനികയ്ക്കുള്ളിൽ മറയും. ഇവിടെ ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ്. ഒരു ഘട്ടമെത്തിയാൽ നമുക്ക് കൂടെയുള്ള എല്ലാവരും പല വഴി പിരിഞ്ഞു പോയേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തി നമുക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിച്ച് സന്തോഷം നിറഞ്ഞ, ആഹ്ലാദം നിറഞ്ഞ മുഹൂർത്തങ്ങളെ ചേർത്ത് പിടിക്കുക. മനോഹരമായ ഈ കഥ എനിക്ക് പറഞ്ഞു തന്ന സ്മിത മാമിന് നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് സൂര്യ.